നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. KCB വാർത്ത ഫലം കണ്ടു. കൊടകരയിലെ പൊതു ശുചിമുറി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പിലാക്കിയ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയായ ഭദ്രം പ്ലസിൽ അംഗങ്ങളായ വ്യാപാരികളുടെ ആശ്രിതർക്ക് മരണാനന്തര സഹായവും ചികിത്സാ സഹായ വിതരണവും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി AITUC മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആളൂർ SNVVHS സ്കൂൾ PTA ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു. അംബേദ്കറെ അപകീർത്തിപ്പെടുത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KSKTU കൊടകര ഏരിയ കമ്മിറ്റി നെല്ലായിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. KCB വാർത്ത ഫലം കണ്ടു. കൊടകരയിലെ പൊതു ശുചിമുറി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വർഷങ്ങളായി കൊടകരയിലെ പഴയ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന പൊതു ശുചിമുറിയാണ് പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നുകൊടുത്തത്. ശുചിമുറിയിലേക്കുള്ള ജലവിതരണം പുനഃസ്ഥാപിക്കുകയും വീണ്ടും ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തുവെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പറഞ്ഞു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ പഴയ മാർക്കറ്റിനകത്തുള്ള കംഫർട്ട് സ്റ്റേഷനിൽ വെള്ളം ലഭ്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുജനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ഒരു പരാതി നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി പത്രവാർത്തയും ഒക്കെ വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ഇന്നലെ തന്നെ AXCA വാട്ടർ അതോറിറ്റി AXCA പോയി കാണുകയും AUമായി സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി വാട്ടർ കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് ഗ്രാമപഞ്ചായത്ത് നീങ്ങുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇന്നലെ വാട്ടർ കണക്ഷൻ പുനഃസ്ഥാപിച്ച് ജനങ്ങൾക്കായിട്ട് ഇന്ന് കംഫർട്ട് സ്റ്റേഷൻ തുറന്നു കൊടുത്തിട്ടുള്ളതായിട്ട് അറിയിക്കുകയാണ്. ശുചിമുറിയിലേക്കുള്ള ജലവിതരണ വകുപ്പ് നിർത്തിവെച്ചതിനെ തുടർന്നാണ് ശുചിമുറിയുടെ പ്രവർത്തനം താറുമാറായത്. ഇതേ തുടർന്നുള്ള വാർത്ത KCBയിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് അധികൃതർ ഇടപെട്ട് ജലവിതരണം പുനഃസ്ഥാപിച്ചതും ശുചിമുറി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തതും. തൃശൂർ ജില്ല കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പിലാക്കിയ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയായ ഭദ്രം പ്ലസിൽ അംഗങ്ങളായ വ്യാപാരികളുടെ ആശ്രിതർക്ക് മരണാനന്തര സഹായവും ചികിത്സാ സഹായ വിതരണവും നടത്തി. കൊടകര മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ നടത്തിയ ചികിത്സാ സഹായ വിതരണം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര അധ്യക്ഷനായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, ചാലക്കുടി നിയോജക മണ്ഡലം ചെയർമാൻ PV ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ശുചിത്വത്താൽ ചലിക്കുന്ന സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതിൽ അർഹതപ്പെട്ട കുടുംബാംഗങ്ങൾ ഈ വേദിയിലുണ്ട്. അവർക്ക് കൊടകര വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ജൂൺ 13 24 കൊല്ലത്തിൽ തന്നെ 16,70,000 രൂപ ഇതേ വേദിയിൽ വെച്ച് തന്നെ നമ്മൾ കൊടുക്കുകയുണ്ടായി. പ്രതിഷേധം രേഖപ്പെടുത്തി കൊടകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. കൊടകരയുടെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പൊതു ശുചിമുറികൾ തുറന്നുകൊടുക്കാത്തതിലും കൊടകരയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാത്തതിലും കൊടകര ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ അധികൃതർ കണ്ണടയ്ക്കുന്നതിനെതിരെയും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്തൂപങ്ങൾ നീക്കം ചെയ്യാത്ത പഞ്ചായത്തിന്റെ നടപടികളിലുമാണ് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്ത് സെക്രട്ടറിയോട് പഞ്ചായത്തിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, കോടന നാരായണൻകുട്ടി, TJ അജോ എന്നിവർ നേതൃത്വം നൽകി. അംബേദ്കറെ അപകീർത്തിപ്പെടുത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KSKTU കൊടകര ഏരിയ കമ്മിറ്റി നെല്ലായിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. പ്രതിഷേധ പ്രകടനത്തിനു ശേഷം നടന്ന പൊതുയോഗം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു.
ഇ കെ അനൂപ് അധ്യക്ഷനായി. പി കെ കൃഷ്ണൻകുട്ടി, ടി ആർ ലാലു, പി വി കുമാരൻ, കവിത സുനിൽ എന്നിവർ സംസാരിച്ചു. ആളൂർ SNVVH സ്കൂൾ PTA ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു. SNV ഹൈസ്കൂളിലെ ആശാൻ സ്മാരക ഹാളിൽ ചേർന്ന സംഘാടക യോഗം ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ EM ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. കായിക അധ്യാപകൻ KR സബീഷ് ടൂർണമെന്റിനെക്കുറിച്ച് വിശദീകരിച്ചു. സ്കൂൾ മാനേജർ EM ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. കായിക അധ്യാപകൻ KR സതീഷ് ടൂർണമെന്റിനെക്കുറിച്ച് വിശദീകരിച്ചു. HSS പ്രിൻസിപ്പൽ CR ധന്യ, മാള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജു, ആളൂർ പഞ്ചായത്ത് അംഗം ജിഷ ബാബു, PTA പ്രസിഡന്റ് ബീന ഡേവിസ്, VHC പ്രിൻസിപ്പൽ ES സുമ എന്നിവർ സംസാരിച്ചു. 2025 ഫെബ്രുവരി 1-2 തീയതികളിലാണ് ടൂർണമെന്റ്. ചെമ്പൂച്ചിറ GHSS സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം MP അഭിലാഷ്, സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത K, ഹെഡ്മിസ്റ്റേഴ്സ് കൃപ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കാർബൺ ന്യൂട്രാലിറ്റി സംരംഭത്തിനായി സർക്കാർ തിരഞ്ഞെടുത്ത 19 പഞ്ചായത്തുകളിലൊന്നായ കൊടകര പഞ്ചായത്തിൽ 21-ാം തീയതി മുതൽ കാർബൺ ന്യൂട്രാലിറ്റി സർവേ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പറഞ്ഞു. കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ 19 ഗ്രാമപഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് കൊടകര ഗ്രാമപഞ്ചായത്ത്. ഈ വരുന്ന 21-ാം തീയതി മുതൽ 2 എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിലെത്തി സർവേ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. NSS ടീമാണ് സർവേ നടത്തുന്നത്. കാർബൺ എമിഷനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചോദ്യാവലിയുമായിട്ടാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ നിങ്ങളെ സമീപിക്കുക. തീർച്ചയായിട്ടും എല്ലാ സുഹൃത്തുക്കളും സ്ഥാപന ഉടമകളും ഈ സർവേയുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പഞ്ചായത്തിലെ 1 മുതൽ 10 വരെയുള്ള വാർഡുകളിലാണ് കാർബൺ ന്യൂട്രാലിറ്റി സർവേ നടക്കുന്നത്. മൂക്കന്നൂർ ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെയും മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെയും NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് കാർബൺ ന്യൂട്രാലിറ്റി സർവേ നടത്തുന്നത്. മനുഷ്യരാശിയുടെ ഭാവി തലമുറയെ രക്ഷിക്കാൻ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള നടപടികൾ കണ്ടെത്തുന്നതിനായിട്ടാണ് സർവേ നടത്തുന്നത്. സർവേക്ക് വരുന്ന വിദ്യാർത്ഥികളുമായി എല്ലാവരും സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് GHS സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മിനി KB സ്വാഗതം ആശംസിച്ചു. കൊടകര പഞ്ചായത്ത് അംഗം CDCB, കൊടകര ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപിക MK ഡൈനി, കുഴിക്കാട്ടുശ്ശേരി GHS സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ഫാബിയൻ ടെനിസൺ, പ്രോഗ്രാം ഓഫീസർ മിനി ജോസ്വി തുടങ്ങിയവർ സംസാരിച്ചു. 7 ദിവസം വളരെ മനോഹരമായ ക്ലാസുകൾ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് അധ്യാപകർ ഈ ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വിവിധ ഘട്ടങ്ങളിലായി പറഞ്ഞൂലേ, വ്യക്തിത്വ വികാസത്തിന് ഉതകുന്ന രീതിയിൽ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ നടക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ക്യാമ്പുകൾ. മറ്റെന്താണ്, നമ്മൾ പാഠപുസ്തകങ്ങൾ, അധ്യാപകർ, പുസ്തക വായന, അതിനേക്കാൾ അപ്പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സെസ് പിരിവ് ഊർജിതമാക്കുക, ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുക, സാമ്പത്തിക ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി AITUC മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ AITUC സംസ്ഥാന കൌൺസിൽ അംഗം CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. AITUC മറ്റത്തൂർ മേഖല ജോയിന്റ് സെക്രട്ടറി CR ദാസൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവൻ, നേതാക്കളായ റോയ് കല്ലമ്പി, PR കണ്ണൻ, ശിവരാമൻ TV, KV ബാബു എന്നിവർ സംസാരിച്ചു. പിന്നെ പെൻഷനും കൊടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര നിയമത്തിൽ പറയുന്നത്. കേരളത്തിലാണെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് അടച്ച പൈസ നമുക്ക് കൊടുക്കണമെന്ന് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7040 രൂപ, പവന് 56,320 രൂപ.
രാവിനെ വെല്ലും ചാരുതയാ സ്വർണ്ണ ശോഭയിൽ നിൻമുഖം മാത്രം പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. KCB വാർത്ത ഫലം കണ്ടു. കൊടകരയിലെ പൊതു ശുചിമുറി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പിലാക്കിയ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയായ ഭദ്രം പ്ലസിൽ അംഗങ്ങളായ വ്യാപാരികളുടെ ആശ്രിതർക്ക് മരണാനന്തര സഹായവും ചികിത്സാ സഹായ വിതരണവും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി AITUC മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആളൂർ SNVVHS സ്കൂൾ PTA ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു. അംബേദ്കറെ അപകീർത്തിപ്പെടുത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KSKTU കൊടകര ഏരിയ കമ്മിറ്റി നെല്ലായിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.